നേരത്തെ നമ്മൾ കണ്ടത് ഒരു പിഞ്ചു കുഞ്ഞിനോടുള്ള ക്രൂരതയാണ്. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ആയമാരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 2.5 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിലാണ് ഇവർ മുറിവേൽപ്പിച്ചത്. 3 പേരും താൽക്കാലിക ജീവനക്കാരാണ്. അവരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് നേരത്തെ അരുൺ ഗോപി വ്യക്തമാക്കിയത്. എന്നാൽ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി നിയോഗിച്ച ജീവനക്കാരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട്. റിനു ശ്രീധർ, ഈ ആയമാർ ഇവർ 3 പേരും എത്ര കാലമായി ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്യുന്നവരാണ്? ഓരോ പ്രായപരിധിയിലും പെട്ട കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് പ്രത്യേകം സംവിധാനങ്ങൾ അവിടെയുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ മനസ്സുള്ള ഇവർക്ക് ചെറിയ കുഞ്ഞുങ്ങളെ പരിചരിക്കാനായിട്ടുള്ള ജോലി അവരെ ഏൽപ്പിച്ചത്? സുജയ, അല്പസമയം മുമ്പാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹേശ്വരി, അതുപോലെ തന്നെ സിന്ധു, അജിത എന്നീ 3 താൽക്കാലിക ജീവനക്കാരെ, ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ നോക്കാൻ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ താൽക്കാലിക ജീവനക്കാരാണ്. കുറച്ചു കാലമായി ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്തു വരുന്നു എന്നുള്ളതാണ്. 7ഓളം പേരാണ് താൽക്കാലിക ജീവനക്കാരായി ഇവിടെ ഉള്ളത്. 6ഓളം പേരെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടിപ്പോൾ പിരിച്ചുവിട്ടു എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഇവർ 3 പേരെയും പിരിച്ചുവിട്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവ് ഉള്ളതായി കാണപ്പെട്ടത്. കൈകൊണ്ട് നഖം ഉപയോഗിച്ച് മുറിവാണ് കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞിട്ടുള്ളത്. തുടർന്നാണ് ഇവർ യോഗം ചേരുകയും തുടർന്ന് പോലീസിൻ്റെ സഹായം തേടുകയും പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ച് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത. നമുക്ക് ഇവരുടെ പേര് വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാവുന്നതാണ്. ഇവർ എവിടെയുള്ള ആളുകളാണ്? നേരത്തെ ശിശുക്ഷേമ സമിതിയിലോ അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണോ? എത്ര പ്രായമുള്ള സ്ത്രീകളാണ്? സുജയ, ഇവരുടെ പ്രായമോ ഇവർ എവിടെ താമസിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അജിത, സിന്ധു, മഹേശ്വരി എന്നീ 3 പേരെയാണ് ഇവർ താൽക്കാലിക ജീവനക്കാരാണ്. ഇവർ തിരുവനന്തപുരം ടൗണിൽ തന്നെ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇവർക്ക് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇവർ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് ക്ഷേമ സമിതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൃത്യമായി തന്നെ കുട്ടികളെ മുഖം മറച്ചു പോകുന്നത് അവർ മുഖം മറച്ചു പോയിട്ട് എന്ത് കാര്യം? കുഞ്ഞുങ്ങളോട് കാണിച്ച ക്രൂരത, അതിനെ നിങ്ങളെ ജീവിക്കുന്നിടത്തോളം കാലം അത് ഈ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത, അതിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് ശിക്ഷ കിട്ടിയാലും അതിനേക്കാൾ വലിയ ശിക്ഷ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് തരേണ്ടതാണ്. കാരണം നോക്കൂ, ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും ഇവരിൽ ആരെങ്കിലുമൊക്കെ. എന്നിട്ടും 2.5 വയസ്സുള്ള കുഞ്ഞിനോട് കാണിച്ച ക്രൂരത, ആ കുഞ്ഞിനെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ നുള്ളി പരിക്കേൽപ്പിക്കാൻ എങ്ങനെ ഇവർക്ക് തോന്നി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. 3 ആയമാർ, ഇവരെങ്ങനെ ആയമാരായി? റിനു ശ്രീധർ. തീർച്ചയായും സുജയ, ആ ചോദ്യം ഉയർത്തി തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം 2.5 വയസ്സായിട്ടുള്ള ഈ കുട്ടിക്കെതിരെ ഇത്തരമൊരു കൊടും പാതകം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. 3 സ്ത്രീകൾക്കാണ് ഇതിൽ പങ്കുള്ളത് എന്നുള്ളതാണ്. നിലവിൽ അവരെ തന്നെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കുട്ടിക്ക് ഇപ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 3 പേരുടെയും വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലാണ്. 2.5 വയസ്സുകാരിക്ക് ഏതെങ്കിലും വീട്ടിൽ അവരുടെ അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു കുഞ്ഞിനല്ല. ശിശുക്ഷേമ സമിതിയിൽ, വീടിനേക്കാൾ സുരക്ഷിതത്വം ഒരുക്കേണ്ട ശിശുക്ഷേമ സമിതിയിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നിയോഗിച്ചിരിക്കുന്ന, ശമ്പളം കൊടുക്കുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഉത്തരവാദിത്തം മറന്ന ആ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ അങ്ങ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശിശുക്ഷേമ സമിതിക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. റിനു ശ്രീധർ. തീർച്ചയായും സുജയ, ഒരു കാരണവശാലും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയും കുറച്ചു കാലം മാത്രമാണ് ആയത് ശിശുക്ഷേമ സമിതിയിൽ എത്തിയിട്ട് എന്നുള്ളതാണ്. അനാഥ കുട്ടിയല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ നോക്കുവാൻ വേണ്ടി എത്തിയതാണ്, നിയമപരമായി എത്തിയതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കുട്ടിയോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കൃത്യം തന്നെയാണ് ഈ ആയമാർ ചെയ്തത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ
രീതിയിലുള്ള ഒരു ഇടപെടൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത്. ജനറൽ സെക്രട്ടറി അരുൺ ഗോപി തന്നെ ഇതിന് മുൻകൈയെടുത്ത് CWC ചേർന്ന് അതിനുശേഷം നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാം, അല്ലാതെ ആഭ്യന്തരമായി മറ്റ് ഇവരെ ജോലിയിൽ പിരിച്ചുവിടുക അടക്കമുള്ള നടപടികളിലേക്ക് മാത്രം പോയാൽ പോരാ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും തുടർന്ന് പോലീസിനെ പരാതിയായി എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാണ് ഈ കൃത്യം നടന്നത് എന്നുള്ളതാണ്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേറ്റതായി കാണപ്പെടുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ 3 പേർക്ക് ചുമതലയുണ്ടായിരുന്നപ്പോഴാണ് ഈ മുറിവേറ്റത് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഈ മുറിവിന് കൂടുതൽ പഴക്കം ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഉള്ള വിവരം. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് ആരാണിതിൽ ഈ കൃത്യം ചെയ്തത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോക്സോ ഉൾപ്പെടെയുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം തടയുന്ന പോക്സോ വകുപ്പ് ഉൾപ്പെടെയുള്ളവ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ്, നിയമ നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയും പോലീസും പോയിരിക്കുന്നത്. സുജ, ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കേണ്ടതില്ല എന്ന് പരിശീലനം വഴിയൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ കാണുന്ന ആർക്കും ആ പിഞ്ചോമനകളെ അങ്ങനെ ഉപദ്രവിക്കുന്നതിന് തോന്നില്ല. ഈ ഉപദ്രവിച്ച ആളുകളൊന്നും കിടക്കയിലൊന്നും മൂത്രമൊഴിക്കാതെ വളർന്നു വന്ന ആളുകളല്ലല്ലോ റിനു ശ്രീധർ. തീർച്ചയായും സുജയ, നമ്മളൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയാണ്. സ്വാഭാവികമായും ഈ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ വികൃതിക്കാരാണ്. ഇവർ ഇതേ സമപ്രായക്കാരായവരെ ഒരേ രീതിയിലാണ് ഇവിടെ പരിപാലിക്കുന്നത്. ഇവർ കിടക്കയിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടന്നു വരാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഇത്തരമൊരു കൃത്യത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അരുൺഗോപി ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് ഈ വാർത്ത വരുന്നത് പോലെയുള്ള അത്ര ഗംഭീരമായിട്ടുള്ള സംഭവമല്ല, അല്ലെങ്കിൽ അത്ര വലിയ സംഭവമല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും കുട്ടിക്കെതിരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെതിരെയായിട്ടുള്ള കൊടും ക്രൂരതയാണ്, കുട്ടികൾക്കെതിരെയായിട്ടുള്ള അതിക്രമമാണ്. അത് കൊടും ക്രൂരതയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇവർ നല്ല ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള പ്രായവും ഇവരുടെ അഡ്രസ്സും ഒക്കെ തന്നെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികളെ നിരന്തരം സംരക്ഷിക്കേണ്ടവരാണ്, ഇവർ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഇവരുടെ ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ റിനു ശ്രീധർ, ഇവർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ഒരാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 7 പേരെ പറഞ്ഞുവിടുന്നു, താൽക്കാലിക ജീവനക്കാരെ പറഞ്ഞുവിടുന്നു. ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോഴും അതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കണം, കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഈ ചുമതലകൾ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ അങ്ങനെയുള്ള മേൽനോട്ടമൊന്നുമില്ലേ? തീർച്ചയായും, അതായത് CCTV ഉൾപ്പെടെയുള്ള ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ CCTV ഉൾപ്പെടെയുണ്ട്. അതുൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൃത്യമായി ട്രെയിനിങ് നൽകിയതിനു ശേഷമാണ് ഈ കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഈ ആയമാരെ നിയമിക്കുന്നത് എന്നതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ 3 പേരിൽ ആരാണ് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഇവർ കുറ്റമേറ്റിരിക്കുന്നു എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കുട്ടിക്കെതിരെ ക്രൂരമായിട്ടുള്ളൊരു കൊടും പാതകം തന്നെയാണ് ഈ ആയമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചത്.